പുരാണകാലത്ത് മധുര ഭരിച്ചിരുന്നത് മലയധ്വജ പാണ്ഡ്യൻ എന്ന രാജാവും അദ്ദേഹത്തിന്റെ പത്നി കാഞ്ചനമാലയുമായിരുന്നു. അവർക്ക് ദീർഘകാലം കുട്ടികളില്ലായിരുന്നു. സന്താന സൗഭാഗ്യത്തിനായി അവർ നടത്തിയ പുത്രകാമേഷ്ടി യാഗത്തിൽ അഗ്നികുണ്ഡത്തിൽ നിന്നും 3 വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ഉയർന്നു വന്നു. ആ കുഞ്ഞിന്റെ പ്രത്യേകത അവൾ അതീവ സുന്ദരിയായിരുന്നിട്ടും അവൾക്ക് സാധാരണ കുട്ടികളെ പോലെ 2 സ്തനങ്ങൾക്ക് പകരം 3 സ്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നതാണ്. ഇത് കണ്ട് രാജാവും രാജ്ഞിയും ദുഃഖിതരായെങ്കിലും ഒരു അശരീരി കേട്ടു. ഈ കുട്ടി വളർന്ന് തന്റെ ഭർത്താവിനെ കാണുമ്പോൾ 3-മത്തെ സ്ഥാനം താനേ അപ്രത്യക്ഷമാകും. അതുവരെ നിങ്ങൾ ഇവളെ ഒരു ആൺകുട്ടിയെ പോലെ വളർത്തുക. ഈ അശരീരി കേട്ട് സന്തുഷ്ടയായ രാജാവ് രാജ്ഞിയും ആ കുട്ടിയെ താടതക്കൈ എന്ന പേര് നൽകി ഒരു പുരുഷനെ പോലെ സകല വിദ്യകളും യുദ്ധതന്ത്രങ്ങളും പഠിപ്പിച്ചു വളർത്തി. താടതക്കൈ വളർന്ന് പ്രായപൂർത്തിയായപ്പോൾ അവൾ പിതാവിൽ നിന്നും രാജ്യഭാരം ഏറ്റെടുത്തു. ഒരു ചക്രവർത്തിയെപ്പോലെ അവൾ ലോകം കീഴടക്കാൻ പുറപ്പെട്ടു. വടക്കോട്ടുള്ള യാത്രയിൽ അവൾ പല രാജ്യങ്ങളും കീഴടക്കി. അവൾ ഒടുവിൽ കൈലാസത്തിലും എത്തി. അവിടെ വെച്ച് പരമശിവനുമായി ഏറ്റുമുട്ടുകയും ചെയ്തു. ശിവന്റെ മുന്നിൽ എത്തിയ ഉടൻ തന്നെ അത്ഭുതമെന്ന് പറയട്ടെ, അവളുടെ 3-മത്തെ സ്ഥാനം അപ്രത്യക്ഷമായി. തന്റെ ഭർത്താവിനെ കണ്ടുമുട്ടിയെന്ന സത്യം അവൾ തിരിച്ചറിയുകയും അവൾ യുദ്ധസന്നദ്ധമായ രാജ്ഞിയുടെ വേഷം വെടിഞ്ഞ് ലജ്ജയോടെയും സ്നേഹത്തോടെയും കൂടി ഒരു സ്ത്രീയായി മാറുകയും ചെയ്തു. ഈ സമയം ശിവൻ അവളോട് മധുരയിലേക്ക് മടങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ടു. അവിടെ വെച്ച് താൻ ഒരു നിശ്ചിത സമയത്ത് വന്ന് വിവാഹം കഴിക്കാമെന്നും അറിയിച്ചു. അങ്ങനെ അവൾ മധുരയിലേക്ക് മടങ്ങി. കുറച്ചു കാലത്തിന് ശേഷം ശിവൻ തന്റെ സുന്ദരേശ്വരൻ എന്ന രൂപത്തിൽ മധുരയിലെത്തുകയും അവളെ വിവാഹം കഴിക്കുകയും ചെയ്തു. അങ്ങനെ ഭഗവാനുമായി ഒന്നായി തീർന്നു എന്ന് പറയപ്പെടുന്നു.